Welcome back to another episode of Luther and His Mind. ഏതായാലും കുറച്ച് ആഴ്ചകളായി തോന്നുന്നു നമ്മളൊരു പോഡ്കാസ്റ്റ് ഇട്ടിട്ട്. ന്യൂ ഇയർക്ക് ശേഷം വായ്പണതല്ല, ബട്ട് സം അതേഴ്സ് കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് ഫ്രീക്വൻസി കുറയുന്നത്. പക്ഷെ നമ്മൾ കംബാക്ക് ചെയ്യും, പക്ഷെ കുറച്ചും കൂടി സമയമെടുക്കും. ഈ സാധനം എക്സ്പാൻഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്, കുറച്ചും കൂടി ഓഡിയോ പ്ലാറ്റ്ഫോമിലോട്ടും എത്തിക്കാൻ. എനിവേ, നമ്മളേതായാലും ഇന്നത്തെ ടോപ്പിക്കിലോട്ട് നമുക്ക് കിടക്കാം. ഇന്നത്തെ ടോപ്പിക്കിനും കൃത്യമായിട്ടൊരു പേര് ഇപ്പോഴും വന്നിട്ടില്ല. ഫസ്റ്റ് തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് തുടങ്ങാം. അങ്ങനെ കുറച്ചും കൂടി ബെറ്റർ ആണെന്ന് തോന്നുന്നു. ഈ ട്രിയോ അല്ലെങ്കിൽ ഈ 5 ഫ്രണ്ട്സ് അല്ലെങ്കിൽ പലപ്പോഴും ഗ്യാങ് എന്ന സാധനങ്ങൾ എത്ര കാലം എക്സിസ്റ്റഡ് ആവും? അതാണ് എനിക്ക് പറയാൻ, അതിനെക്കുറിച്ചാണെന്ന് പറയാനുള്ളത്. കാരണം നമ്മൾ പലപ്പോഴും പടങ്ങളിലും വാക്യത്തിൽ കാണുമ്പോഴും മൂവർ സംഘം അല്ലെങ്കിൽ ഇവർ 5 പേരാണ് ഫ്രണ്ട്സ് എന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട്. ആയിരിക്കാം, അങ്ങനെ എല്ലാം ഒന്നുമല്ല പറഞ്ഞത്. പക്ഷേ പലപ്പോഴും ഒരു ബോണ്ട് ക്രിയേറ്റഡ് ആവാൻ അല്ലെങ്കിൽ അത് ലൈഫ് ലോങ് ആയിട്ട് നീങ്ങാൻ പലപ്പോഴും പേഴ്സൺ ടു പേഴ്സൺ ആയിട്ടുള്ള പരിചയമായിരിക്കും നീങ്ങുള്ളൂ. മറ്റതും പലപ്പോഴും മൂന്നാളുണ്ടാവുകയാണെങ്കിലും അതിൽ 2 പേർക്കായിരിക്കും ഭയങ്കര ഫ്രണ്ട്സും. ചിലപ്പോൾ ഇതിൽ ആരെങ്കിലും ഒരാൾ ഫ്രണ്ടായിട്ടായിരിക്കും, ചിലപ്പോൾ ഒരു ഒരു മൂന്നാമത്തെ ഒരാൾ പോലെ അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരാൾ പോലെ ഇവർ രണ്ടും പെടില്ല. പക്ഷേ എങ്ങനെയൊക്കെയോ കണക്റ്റഡായ അല്ലെങ്കിൽ തുന്നി ചേർത്ത് വെച്ചതെന്നൊക്കെ പറഞ്ഞ രൂപത്തിലുള്ളൊരു ബോണ്ട് പലപ്പോഴും പണ്ടൊക്കെ വിശ്വസിച്ചിട്ടുണ്ട്. അതിൽ പണ്ടൊക്കെ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു നമുക്കൊക്കെ ഒരു സെറ്റ് ഓഫ് ആൾക്കാർ, നമ്മളതേ വൈബിൽ ആൾക്കാർ അല്ലെങ്കിൽ അങ്ങനെ എല്ലാവരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ലൈഫ് ലോങ് കൊണ്ടുപോകുകയാണെങ്കിൽ അടിപൊളിയായിരുന്നേനൊക്കെ. പക്ഷെ ഇൻ പ്രാക്ടിക്കാലിറ്റിയിൽ അത് പലപ്പോഴും ഇല്ല. ഇപ്പം ഒരു ഗ്രൂപ്പിൽ നിൽക്കുകയാണെങ്കിലും നമുക്ക് ഏറ്റവും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആളുണ്ടാവും. അയാൾ കാരണം കൊണ്ടായിരിക്കും നമ്മൾ ഈ ഗ്രൂപ്പിലെത്തുക, നമ്മൾ എത്തിയിട്ടുണ്ടാവുക. അല്ലാതെ 5 പേര് നിന്നിട്ട് നാളെ നമ്മൾ ഗ്രൂപ്പ് ആവുക എന്നല്ലല്ലോ. പലപ്പോഴും കണക്റ്റായിട്ടാണ് പല ബോണ്ടുകളും ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ കണക്റ്റഡാണ് ബോണ്ടുകളാണ് പലപ്പോഴും ഇല്ലത്. അപ്പം നമുക്ക് എന്തുവാ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു 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 എങ്ങനെ ആയാലും വരും. നമ്മളെ അടുത്ത് അറ്റാച്ച്ഡ് ആയിട്ട് അതിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പം ഇപ്പം എത്ര വലിയ തിക്ക് ഫ്രണ്ട്സ് അല്ലെങ്കിൽ എത്ര വലിയ അയാൾ അമ്മച്ച് തിക്ക് ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മളമ്മച്ച് നേരിട്ട് കണക്റ്റഡ് ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും എന്തോ നമുക്ക് 2 പേര് അല്ലെങ്കിൽ ഇയാളൊരു പണക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് മറ്റാളും കൂടി പറഞ്ഞത് കേൾക്കലും അല്ലെങ്കിൽ എന്തുവാ ഔട്ട് ഓഫ് ഷേപ്പ് അല്ലെങ്കിൽ അയാളുടെ യഥാർത്ഥ പൊസിഷൻ അയാൾ മാറിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പം ഇറ്റ്സ് നോട്ട് കംഫർട്ടബിൾ ഫസ്റ്റ് ഓഫ് ഓൾ. എന്നാലും അതുകൊണ്ടാണ് പറഞ്ഞത് പലപ്പോഴും പേഴ്സൺ ടു പേഴ്സൺ നിങ്ങൾക്ക് ബോണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഒരിക്കലും കൊണ്ടുപോകാൻ ഭയങ്കര പാടാണ്. അത് കൊണ്ടുപോകാൻ കാരണം അതിൽ പ്രശ്നങ്ങളുണ്ടാവും, അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. കാരണം മനുഷ്യന്മാരാണ്, കാഴ്ചകളാണ്. ഒരുപാട് പുതിയ കാഴ്ചകൾ കാണുമ്പോൾ അതിനനുസരിച്ച് ഓരോരുത്തർ ലേൺ ചെയ്യുന്നത് വ്യത്യാസമായിരിക്കും. അല്ലെങ്കിൽ അതേ ബാക്ക്ഗ്രൗണ്ട് അതേ ലൈഫ് സ്റ്റൈൽ വന്ന് അല്ലെങ്കിൽ അതേപോലെ മുന്നോട്ട് കാണുന്നതാണോ പലപ്പോഴും ഞാൻ കാണുന്നതായിരിക്കില്ല എൻ്റെ ഗ്രൂപ്പിൽ ഒരാൾ കാണുക, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ സർക്കിൾ അല്ലെങ്കിൽ നമ്മൾ ട്രിയോ എല്ലാം കാണും. ഇപ്പം നമ്മളൊക്കെ ട്രിയോ എന്ന് പറയുമ്പം ഗോൾഡൻ ട്രിയോ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഹാരി പോട്ടറൊക്കെ പറയാറുണ്ട് പലപ്പോഴും. എന്നാലും ഹാരി പോട്ടർ പടത്തിൽ പോലും അതൊരു റിയാലിറ്റി അല്ല. എന്നാലും അതിൽ പോലും പലപ്പോഴും ഹാരിയും ഹെർമോണിയും അല്ലെങ്കിൽ റോണും ഹെർമോണിയും അത്രയും അറ്റാച്ച്ഡ് ആയ സീനുകളുണ്ട്. നോട്ട് ഓൺ ദ റിലേഷൻ ബട്ട് അത്രയും അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. അപ്പം റോണിന് ചിലപ്പോൾ തോന്നും ഹലോൺ അല്ലെങ്കിലും റോണിനും ചിലപ്പം ഇവർ 2 പേര് 3 പേര് ഫ്രണ്ട്സ് ആണല്ലോ എന്ന് വെച്ചിട്ട് റോൺ പലപ്പോഴും മാറിക്കൊടുക്കും, അല്ലെങ്കിൽ റോൺ മാറും റോണിൻ്റെ ശൈലി അല്ലാതെ. അതേപോലെ തന്നെ ഹാരി പോട്ടറും മാറും. അതുകൊണ്ട് അല്ലെങ്കിൽ തന്നെ ഇവർ 2 റോണും ഹാരി പോട്ടർ ആകുമ്പോൾ ഹെർമോണി പുറത്ത് പോലെയാണ്. അപ്പം അത്ര വലിയ ട്രൂ എന്ന് പണ്ട് എൻ്റെ കോൺസെപ്റ്റിലും ഞാൻ വിശ്വസിച്ചിരുന്നതും. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിത കാഴ്ചകളിലൂടെ ആണ് പലതിൻ്റെയും പിന്നെ അർത്ഥങ്ങൾ കിട്ടും. ഇപ്പോൾ നമ്മൾ പഴയ പാട്ടുകൾ കേൾക്കുമ്പം ചിലപ്പോൾ കൂളായി കേട്ടുവിട്ടതായിരിക്കും, അല്ലെങ്കിൽ ഇപ്പം കേൾക്കുമ്പം ആ പാട്ടിലെ വരികൾ മൊത്തം നമ്മളോട് സംസാരിക്കണ പോലെ ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ആരോ എഴുതി വെച്ച പോലെ തോന്നിയേക്കാം. ബട്ട് അതാണ്. അപ്പം അതല്ല, നമുക്കൊരു സ്ട്രേഞ്ചർ തിങ്സ് തന്നെ ആയിക്കോട്ടെ. സ്ട്രേഞ്ചർ തിങ്സ് അതിലും പലപ്പോഴും പലരും അറ്റാച്ച്ഡ് ആയിട്ടാണ്. പക്ഷെ അവർ ബോണ്ട് ഇല്ല എന്നല്ല പറയുന്നത്. ഒരിക്കലും ഇത് മൊത്തത്തിൽ ഞാൻ ബോണ്ട് ഇല്ല അല്ലെങ്കിൽ ബോണ്ട് ഉണ്ടാവില്ല എന്നല്ല പറഞ്ഞത്. പക്ഷെ അതൊരു ലൈഫ് ലോങ് നീങ്ങാനോ അല്ലെങ്കിൽ പലപ്പോഴും പലതിനും ഔട്ട് ഓഫ് ഷേപ്പായി മാറണം. അത്
നല്ല രൂപത്തിൽ മാറാം, നമുക്ക് ഹാപ്പി ആയിട്ടുള്ള രൂപത്തിൽ മാറാം. പക്ഷെ ഒരു ഘട്ടത്തിൽ അതൊരു നമ്മൾ അതിന് പുറത്ത് പോയ പോലെ, അല്ലെങ്കിൽ നമ്മൾ അതിനില്ലാത്ത പോലെ തോന്നിയേക്കാം. പിന്നെ നമ്മളത് എന്തോ ഒരു കാര്യത്തിലല്ലേ നമ്മളൊരു അറ്റാച്ച് ആയിപ്പോയല്ലോ, അല്ലെങ്കിൽ ഇവർ നമ്മളെ ഫ്രണ്ടാണല്ലോ എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും കടിച്ചു തൂങ്ങില്ലെങ്കിലും അവർക്ക് വേണ്ടി, അത് മോശം കാര്യമൊന്നുമല്ല. ബട്ട് പലപ്പോഴും നമ്മളെ ഷേപ്പ് വിട്ട് പോകരുത്. നമ്മൾ ഈ ഈ വളർന്നു വന്ന കാലത്തോളം അതിനിടയിൽ ആൾക്കാർ വന്നു പോയി ഗസ്റ്റ് റോൾ കളിച്ച് പോവുകയാണ് പലരും. അല്ലാതെ കോൺസ്റ്റൻ്റായിട്ട് ബാല്യകാലം മുതലേയുള്ള ഫ്രണ്ട് ഉണ്ടാവും, അറിയില്ല. അതിൽ എൻ്റെ ലൈഫിൽ അങ്ങനെ ഇല്ല, അല്ലെങ്കിൽ ലൂതറിൻ്റെ ലൈഫിൽ അങ്ങനെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ലൂതറിൻ്റെ പെർസ്പെക്റ്റീവ് നിന്ന് അതൊരു പാടായ കാര്യമാണ്. ഫ്രണ്ട്സിനെ അറ്റാച്ച് ചെയ്യുക അല്ലെങ്കിൽ കീപ്പ് ചെയ്യുക എന്നുള്ളതല്ല. ഈ ഒരു 5 സർക്കിൾ പലപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, കാലത്തിനനുസരിച്ച് അത് മാറും, ചിന്തകൾ മാറും. അപ്പം പലപ്പോഴും പലർക്കും ഈ ഒരാൾ ഓപ്പോസിറ്റ് പോലെ തോന്നിയേക്കാം. അപ്പം ഈ ഒരു കാരണം കൊണ്ട് ഇയാൾ പലപ്പോഴും മോറോവർ നിങ്ങൾ ചോദിക്കുമായിരിക്കും, എന്നാൽ പിന്നെ ഇവർക്ക് ഈ ബോണ്ടിൽ നിൽക്കണോ, അത് അറിയിപ്പോയിക്കൂടെ. ഈ ബോണ്ട് അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ഫോറവറായി കൊണ്ടുപോകുന്ന കാര്യത്തിൽ നമ്മൾ നശിപ്പിക്കും. ഒരു സമയത്ത് നല്ലത് തന്നതായിരിക്കും, ബട്ട് അതൊരു എന്തുവാ, അത് മോറോവർ ഒരു ട്രിയോ അല്ലെങ്കിൽ ഒരു 5 പേര് അല്ലെങ്കിൽ 3 പേര് അല്ലെങ്കിൽ മെയിൻ ട്രൂ ആയിട്ട് പലപ്പോഴും നീങ്ങാറില്ല. ഡുവോ ആവാൻ നോക്കുക. അതിന് കപ്പിൾസ് ആവണം അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട്സ് ആവണം, യാതൊരു നിർബന്ധമില്ല. നിങ്ങൾക്കൊരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ആളാണെങ്കിലും അയാളോട് നേരിട്ട് പരിചയപ്പെടാൻ നോക്കുക. അയാളായിട്ട് നേരിട്ടുള്ള ടോക്ക് അല്ലെങ്കിൽ സ്പേസ് എപ്പോഴും കൊടുക്കുക. അല്ലാതെ ഇയാളെ ഫ്രണ്ട് ആയതുകൊണ്ട് അയാളെ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ പലപ്പോഴും പാടായിരിക്കും മൊത്തത്തിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനോ, അല്ലെങ്കിൽ ഇയാളെ പോലെ കംഫർട്ട് നമുക്ക് കിട്ടൂല. അപ്പോൾ അതിനേക്കാളുപരി ഇയാളെ പകരം അയാളുടെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞതിനേക്കാളുപരി അയാൾ എൻ്റെ ഫ്രണ്ടാണ് അല്ലെങ്കിൽ ഇയാൾ എൻ്റെ ഫ്രണ്ടാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇയാളെ പോലെ അല്ലെങ്കിലും കുറച്ചുകൂടി മോറോവർ നമുക്ക് ഇതാവും. ചിലപ്പോൾ അയാൾ പോലെ തന്നെ ആയേക്കാം. എനിക്കുള്ളത് ഒരു ട്രിയോ അല്ലെങ്കിൽ പലപ്പോഴും നീങ്ങുമ്പോഴും അതിൽ 3 പേർക്കും പരസ്പരം നന്നായി അറിയണം. അല്ലാതെ ഈ 2 പേരുടെ ഫ്രണ്ട്സ് അതിൽ കോമൺ ഫ്രണ്ടായിട്ട് ഞാൻ വന്നു, അല്ലെങ്കിൽ എൻ്റെ അത്യാവശ്യം നല്ലൊരു ഫ്രണ്ട് ആയതുകൊണ്ട് ഞങ്ങൾ ട്രൂ ആയി എന്നതിനേക്കാളുപരി 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ബെസ്റ്റ് ആവണമെന്നില്ല, ബട്ട് ബെറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ഒരു ട്രസ്റ്റ് കീപ്പ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആകണം. അതേപോലെ സന്തോഷത്തിൽ കൂടാനും ദുഃഖമാണെങ്കിൽ അതെന്താണെന്ന് മനസ്സിലാക്കാം. പലപ്പോഴും സന്തോഷം എല്ലാവർക്കും ഷെയർ ചെയ്യാൻ ഭയങ്കര സുഖമായിരിക്കും, എനിക്കത് കിട്ടിയ അപ്പോൾ അത് ഇതാറുണ്ട്. പക്ഷെ ദുഃഖമുള്ളൊരു സമയത്ത് ചിലപ്പോൾ വിളിച്ചിട്ട് അളിയാ ഞാൻ അവിടെ പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവിടെ മൊത്തത്തിൽ ഭ്രാന്ത് പിടിച്ചിരിക്കുക, നിനക്ക് ഭ്രാന്താണോ, എന്നാൽ ശരി എന്ന് പറയുന്നത് ചിലപ്പോൾ അയാളുടെ മൂഡ് അങ്ങനെ ആയതുകൊണ്ടായിരിക്കും. പക്ഷേ എക്സ്പെക്റ്റേഷൻ പലപ്പോഴും ട്രൂയോയിൽ അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ പലപ്പോഴും വരുന്നതാണ്. ഏതായാലും അങ്ങനെയുള്ളൊരു ഫ്രണ്ട് ആകുമ്പം നമ്മൾ സിറ്റുവേഷനിൽ ഗിവ് അപ്പ് ചെയ്യാൻ പിന്നെയും പാടാണ്. അപ്പം അത് കളിയാക്കിക്കൊണ്ട് നമ്മൾ ഡൗൺ ആയി എന്നുള്ളതല്ല, പക്ഷേ ഗിവ് അപ്പ് ചെയ്യാൻ ഒരു പോസിബിലിറ്റി അല്ലെങ്കിൽ എൻ്റെ ഈ ഫ്രണ്ട് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഇയാളെന്തെങ്കിലുമൊക്കെ ഇയാളുടെ തൊട്ടുനിന്ന് കേട്ട് നോക്കാം, അല്ലെങ്കിൽ ഇയാളെ സൈഡിൽ നിന്ന് കേൾക്കാം എന്നുള്ള ഒരു ഓപ്ഷൻ പലപ്പോഴും അടയും. അതുകൊണ്ട് തന്നെ മോറോവർ മൊത്തത്തിൽ എനിക്കിത് പറയാനുള്ളത്, ഡോണ്ട് ബി മേക്ക് സം ട്രൂസ് അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് നമ്മളുണ്ട് ഇപ്പോൾ ഒരു പുതിയ സ്ഥലത്ത് പോകുന്നു അല്ലെങ്കിൽ പുതിയ ഗ്യാദർ ചെയ്യുന്നു, അപ്പോൾ അവിടുന്ന് 3 ആൾക്കാർ അല്ലെങ്കിൽ 4 ആൾക്കാരുകൾ ഉപരി അതിൽ ഓരോരുത്തരെയും പരിചയപ്പെടും. ആ ഓരോരുത്തർക്കും കോമൺ ഫ്രണ്ടായിട്ട് നമ്മൾ വരാം. അതേപോലെ ഇവർക്ക് നമ്മളതേപോലെ ഞാൻ ഒരു 2 ആൾക്കാരെ മീറ്റ് അല്ലെങ്കിൽ ഒരു 3 ആളെ മീറ്റ് ചെയ്തു. എന്നിട്ട് എൻ്റെ ഒരു കോമൺ ഫ്രണ്ട് അവരുടെ 2 ഫ്രണ്ടുകളാണ് അവർ. അപ്പോൾ നമുക്ക് പലപ്പോഴും എക്സ്പ്രസ് ചെയ്യാൻ പാടായിരിക്കും. അതിനേക്കാൾ ഉപരി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോമൺ ഫ്രണ്ട് ആണെങ്കിൽ 4 പേർക്കും സംസാരിക്കാം. അതേപോലെ തന്നെ ഈ 4 പേരുടെ ഇടയിലും കോമൺ ഫ്രണ്ട് ആവണം. ഇയാൾ ഫ്രണ്ട് ഞാനും എൻ്റെ ഫ്രണ്ട് അയാളും, അതേപോലെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് ആയിരിക്കുമല്ലോ. അത് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആക്കുന്നില്ല എല്ലാവരും. അപ്പോൾ പരസ്പരം ഇൻ്റർ കണക്റ്റഡ് ആവണം. അല്ലാതെ ഒരു ഗ്യാങ് നിൽക്കുമ്പോൾ പലപ്പോഴും പാടായിരിക്കും. നമ്മളെ ഹാപ്പിനെസ് എന്താ സാഡ്നെസ് എന്താ അല്ലെങ്കിൽ നമുക്ക് പറ്റണമെന്താ പറ്റാത്ത എന്താണെന്ന് പലപ്പോഴും എക്സ്പ്രസ് ചെയ്യണം. കാരണം ഒരു സിറ്റുവേഷൻ നമ്മളത് പൊട്ടിത്തെറിച്ചാൽ നമുക്കൊരു ഷോർട്ട് ടേം പീരീഡ് ആണെന്നും അല്ലെങ്കിൽ നമ്മളിങ്ങനെയാണെന്നും ബിലീവ് ചെയ്യണം. അല്ലാതെ അയാൾ ചൂടായി അല്ലെങ്കിൽ അയാൾ തന്നെയാണ് നമ്മളോട് ചൂടാകുന്നത് എന്ന് പറഞ്ഞിട്ട് ആളെ മാറ്റി നിർത്തുക. കാരണം ഈ പ്രത്യേകിച്ച് നമുക്ക് പേഴ്സൺ ടു പേഴ്സൺ അറിയുമ്പോൾ പിന്നെയും കുഴപ്പമില്ല. പക്ഷെ മൊത്തത്തിലാവുമ്പോൾ
ചിലപ്പോൾ ഇയാൾക്ക് അറിയാത്തൊരു അയാൾ സ്വഭാവമായിരിക്കും. അതും കയറി ചിലപ്പോൾ ദേഷ്യപ്പെടുത്തുമ്പോൾ മാറിയേക്കാം. അപ്പം അതുകൊണ്ട് അങ്ങനെയാണ്. ഏതായാലും ഒരു ബെറ്ററായ നല്ല ടോപ്പിക്കുകളായിട്ട് വരാം. മൊത്തത്തിൽ ആഴ്ചയിലും അല്ലെങ്കിൽ 24 ആഴ്ചയായിട്ടും ഈ ഒരു ട്രിയോ ഈ ഒരു ഡുയോ ഇഷ്യൂസ് ലൂതറിൻ്റെ ലൈഫിലും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബട്ട് അത് ഓവർകം ചെയ്യുമ്പോൾ അതിൻ്റെ സൂത്രവിദ്യകൾ പറഞ്ഞു തരാം. ഏതായാലും ഡുയോ കീപ്പ് ചെയ്യുക. അടുത്ത അറിയില്ല, എക്സാംസൊക്കെ വരികയാണ് ലൂതറിന്. അപ്പോൾ ലൂതർ അതും ഓവർകം ചെയ്തുകൊണ്ട് ഉടനെ തന്നെ അത്യാവശ്യം എക്സ്പാൻഡബിളായിട്ടും അടിപൊളിയായിട്ടും നല്ല മൈക്രോ ക്വാളിറ്റിയും എല്ലാം ഇൻക്രീസ് ചെയ്യണമെന്നൊരായിട്ടുണ്ട്. അതെല്ലാമായിട്ട് വരാം. അൺടിൽ ഗുഡ് ബൈ.